ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സുഹൈൽ. വെൽക്കം ടു മൈ ചാനൽ MSP ക്രിയേഷൻ. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് freelancer.com ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഫ്രീലാൻസർ അതുപോലെ തന്നെ upwork, ഫൈവർ ഇതിലൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഫ്രീലാൻസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ബിഗിനേഴ്സിനും ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ഫ്രീലാൻസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരിക. ഇതിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അവരുടെ ക്ലയൻറ്റുകളാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രോജക്റ്റ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അവർ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന വർക്കുകൾ വെബ് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച് നമുക്ക് വർക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈനപ്പിൽ പോവാം. ഇവിടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കുമായിട്ടും രജിസ്റ്റർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ Gmail ID ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇമെയിൽ ID ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു പാസ്വേഡ് പിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മെയിൽ ID ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഓൺലൈൻ ജോബ്സിന് മാത്രമായിട്ട് നമുക്കൊരു ഇമെയിൽ ID വേറെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, എഗ്രി കൊടുക്കുക. അതിനുശേഷം ജോയിൻ ഫ്രീലാൻസർ കൊടുക്കുക. ഇവിടെ നമുക്കൊരു യൂസർ നെയിം പിക്ക് ചെയ്യണം. ഇവിടെ ഓൾറെഡി യൂസർ നെയിമുകൾ അവർ സജഷൻ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാം. ഇതിലില്ലാത്ത ഒരു പേരാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ അത് പിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ MSP ക്രിയേഷൻ എന്നുള്ള നെയിം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് ചൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഓപ്ഷൻ കൊടുത്തതിന് പിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഐ വാണ്ട് ടു വർക്ക് അതല്ലെങ്കിൽ ഐ വാണ്ട് ടു ഹയർ. അതിൽ ഐ വാണ്ട് ടു വർക്ക് നമ്മളിവിടെ നമ്മുടെ സർവീസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഐ വാണ്ട് ടു വർക്ക് കൊടുക്കുക. സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക. വീണ്ടും നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെൽക്കം ടു freelance.com ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് സ്കിൽസ് ഇവിടെ കാണാൻ കഴിയും. IT സോഫ്റ്റ്വെയർസ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡിസൈനിങ് ആൻഡ് മീഡിയ, അങ്ങനെ ഡാറ്റ എൻട്രി, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫഷൻ ഏതാണോ ആ പ്രൊഫഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വരുന്നത് ഡിസൈൻ ആൻഡ് മീഡിയയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസൈൻ ആൻഡ് മീഡിയ ചൂസ് ചെയ്തു. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ജോബുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ഇവിടെ ഉണ്ടാവും. അതിൽ നമ്മൾ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നും ഇവിടെ 1 by 1 ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ ആ പ്രൊഫഷൻ ഇവിടെ ചൂസ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കാറ്റഗറീസ് വരുമ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 20 കാറ്റഗറീസ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണോ വേണ്ടത് ബെസ്റ്റ് 20 നമ്മൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് 20 ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വേണ്ടതെല്ലാം സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 20 തന്നെ സെലക്ട് ചെയ്തോളണമെന്നില്ല, നമ്മുടെ സ്കില്ലിന് വേണ്ടത് മാത്രം. കാരണം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള വർക്ക് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അതല്ലാണ്ട് ചുമ്മാ നമ്മളത് 20 വേണമെന്ന് കരുതി 20 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാകും വരിക.
അപ്പോൾ ഏതാണ് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് അത് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നെയിം കൊടുക്കുക. ഞാൻ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അറിയുന്ന ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇംഗ്ലീഷ് ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഇംഗ്ലീഷ്. അതിനുശേഷം ഇവിടെ നമുക്ക് താഴെ കാണാൻ കഴിയും ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ലെവലാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് കൊടുക്കുക, അതല്ലെങ്കിൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ബിഗിനർ കൊടുക്കുക, അതല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അതുകൊണ്ട് ഞാനിവിടെ അഡ്വാൻസ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ്, നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ളത്, നമ്മുടെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് പേയ്മെൻറ്റ് മെത്തേഡ് വെരിഫൈ ചെയ്യുക. ഞാൻ കൊടുക്കുന്നത് പേപ്പാലാണ്. നിങ്ങൾക്ക് പേപ്പാൽ ഇല്ലെങ്കിൽ പേപ്പാൽ ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കാരണം നമുക്ക് ചില ടൈമിൽ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഇതിൽ കണക്ട്സ്, ബിഡ്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനും പേയ്മെൻറ്റ് വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പേപ്പാൽ ലിങ്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇത് സ്കിപ്പ് നൗ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിലിപ്പോൾ നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇമെയിൽ ID ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഇമെയിൽ വെരിഫൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇവിടെ വെരിഫൈ യുവർ ഇമെയിൽ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. സക്സസ് യുവർ ഇമെയിൽ അഡ്രസ് ഇസ് വെരിഫൈഡ്. ഓക്കെ, ഇത് സ്കിപ്പ് നൗ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളിതിൽ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബുകളൊക്കെയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള സ്കിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഓരോന്ന് പിക്ക് ചെയ്യാം. അർജൻറ്റായിട്ടുള്ള വർക്ക്, ഫുൾ ടൈം വർക്ക്, അങ്ങനെ ഓരോന്ന് നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ കോഡ് കൊടുക്കുക. ഓക്കെ, വെരിഫൈ ആയിട്ട് അതിന് ശേഷം ക്ലോസ് കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക.
ഓക്കെ, നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പക്കയായിട്ട് കൊടുക്കണം, എന്നാലേ ഇതിൽ വെരിഫൈ ആവുള്ളൂ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് പ്രോപ്പറായിട്ട് അഡ്രസ്സ് കൊടുക്കണം. കാരണം അവർക്ക് അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇതിൽ ID പ്രൂഫും കാര്യങ്ങളും അടക്കം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഫേക്ക് അഡ്രസ്സോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാനിപ്പോൾ ഖത്തറിലുള്ളതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ അഡ്രസ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ലാംഗ്വേജ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രൗസ് ചെയ്യേണ്ടത് ഏത് ലാംഗ്വേജിലാണ് വെബ്സൈറ്റ്, അത് ഇംഗ്ലീഷ് കൊടുക്കുക. അതിനുശേഷം സേവ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പ്രൊഫൈലിൽ വെരിഫൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇനി വരുന്നത് താഴെ ഇമെയിൽ ആൻഡ് നോട്ടിഫിക്കേഷൻ, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരും. നമുക്ക് മെയിലിലോട്ട് വരണോ അതല്ലെങ്കിൽ SMS ആയിട്ട് ലഭിക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റ്സും നമുക്ക് ത്രൂ മെയിൽ വരും. അതിന് വേണ്ടിയില്ല നമുക്ക് എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാം. അതിന് വേണ്ടി ഓരോ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഇവിടെയുണ്ട്. ഓക്കെ, അത് കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് ഇവിടെ എനേബിൾ ചെയ്യുക, അതല്ലെങ്കിൽ ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ മെമ്പർഷിപ്പ്. ഈ മെമ്പർഷിപ്പിൽ ഇവിടെ നമുക്കിപ്പോൾ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് നമ്മളെപ്പോഴും ജോയിൻ ചെയ്യാം. പിന്നെ ഞാനിവിടെ പേപ്പാൽ അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയാണിത്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റ് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, എന്നാലേ വെരിഫൈ ആവുള്ളൂ. അതിനുശേഷം അക്കൗണ്ട് സമ്മറി ടു വെരിഫൈ. ഓക്കെ, ഇതങ്ങനെ വിടുക. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രസ്റ്റ് ആൻഡ് വെരിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും. ഇവിടെ ഓരോ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID വെരിഫൈ ചെയ്തതിന് 5 പോയിൻ്റ്, അതുപോലെ തന്നെ ഇവിടെ ഫോൺ 10 പോയിൻ്റ്. ഇനി നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 പോയിൻറ്റ്സ്. ഇതൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലിങ്ക്ഡിൻ ഉണ്ട്, ലിങ്ക്ഡിൻ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വെരിഫൈ ID വെരിഫൈ ചെയ്യണം ഇവിടെ. അപ്പോൾ ID നമ്മളിപ്പോൾ എവിടെയാണ് പ്രോപ്പറായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ID വേണം കൊടുക്കാൻ. ഓക്കെ, ആധാർ കാർഡ് അതല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെയുള്ളത് നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. വെരിഫൈ ID കൊടുക്കുക. ഞാനിവിടെ ഖത്തറിലാണ്, അതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ ഖത്തർ ID കൊടുത്തിട്ട് നോക്കുന്നുണ്ട്. ഖത്തർ കൊടുക്കുക. നെക്സ്റ്റ്. അതിനുശേഷം ഇവിടെ നമ്മുടെ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ ബർത്ത് ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അവർ പറയുന്നുണ്ട് ID പ്രൂഫ് ഇവിടെ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കൺട്രി ഏത് കൺട്രിയിലാണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പാസ്പോർട്ട് ഒന്ന് കൊടുത്ത് നോക്കാം എടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ഇന്ത്യ കൊടുക്കും. ഓക്കെ, ഇന്ത്യ ചൂസ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് ID ഏതാണെന്നുള്ളത് പാസ്പോർട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളെ ID നമ്പർ ടൈപ്പ് ചെയ്യുക, മീൻസ് പാസ്പോർട്ടിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ എക്സ്പയറി ഡേറ്റും. അതിനുശേഷം ഇവിടെ താഴെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രൂഫ് പിക്ക് ചെയ്തിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എൻ്റെ അത് ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആധാറാണ് കൊടുത്തത്. കാരണം പാസ്പോർട്ട് എന്തോ വെരിഫൈ ആയില്ല. അപ്പോൾ ഞാനിവിടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കോഡ് വരും. നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു കോഡാണ്. ഈ കോഡ് നമ്മൾ അവർക്ക് നമ്മുടെ IDയും ഈ കോഡ് നമ്പറും ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മളൊരു ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കണം, എന്നാലേ നമ്മുടെ ID വെരിഫൈ ആവുള്ളൂ. ഓക്കെ, ഇതിൽ പറയുന്നത് ഈ ഒരു ID നമ്പർ ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ
ഏത് ഐ ഡി ആണോ അതിൽ കൊടുത്തിട്ടുള്ള പാസ്പോർട്ടോ അതല്ലെങ്കിൽ ഖത്തർ ഐ ഡിയോ അങ്ങനെ എന്തോ ഐ ഡി അതും നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പ്രൂഫിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഐ ഡി വെരിഫൈ ആവും. അപ്പോൾ ഞാനെൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം ഇനി ഇവിടെ നമ്മളെ അഡ്രസ്സ്, ലോക്കൽ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അഡ്രസ്സും 2 അഡ്രസ്സും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക, ഫേക്ക് അഡ്രസ്സ് കൊടുക്കാണ്ട്. ഇവിടെ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കും. അതിനുശേഷം സിറ്റി കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നും ഇവിടെ പ്രൊഫൈൽ നോർമൽ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ എല്ലാത്തിനും ഒരു നോർമൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് തന്നെയാണ്. ജസ്റ്റ് അത് ഡീഫോൾട്ട് ആയിട്ടുള്ള കൊടുത്തു പോവുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും നമ്മുടെ ലാസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഐ ഡി വെരിഫൈ ചെയ്യാൻ വേണ്ടി, ലോക്കൽ അഡ്രസ്സ് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടുമായിട്ട് വെരിഫൈ ചെയ്താൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിവിടെ സ്കാൻ ചെയ്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടല്ല, അതുകൊണ്ട് ഞാനതിപ്പോൾ കൊടുക്കുന്നില്ല, അത് ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ വിടുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.